കുട്ടികൾ സ്കൂളിൽ പോവാതിരിക്കാൻ കരയുകയും വാശി പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും സ്കൂളിൽ പോകാൻ മടിയാണെന്നാണ് പറയുക. പക്ഷേ ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാവുമ്പോഴാണ് കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കാനായിട്ട് മടി പിടിക്കുന്നതും കരയുന്നതും. ഏകദേശം 100-ൽ 2 മുതൽ 4 വരെ കുട്ടികളിൽ, അതായത് 100-ൽ 2 മുതൽ 4 വരെ കുട്ടികളിൽ ഈ ഒരു പ്രോബ്ലം കാണുന്നുണ്ട്. ആൺകുട്ടികളിലും പെൺകുട്ടികളിലൊക്കെ ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ കാണപ്പെടുന്നത്. പെൺകുട്ടികളിൽ ചെറുതായിട്ടൊരു കുറച്ച് കൂടുതലായിട്ട് പെൺകുട്ടികളിലാണ് കാണുന്നതെന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ രീതിയിൽ ഒരു 8 മാസമൊക്കെ ആകുമ്പോൾ തന്നെ കുട്ടികൾക്ക് സ്ട്രേഞ്ചർ ഫോബിയ തുടങ്ങും. സ്ട്രേഞ്ചർ ഫോബിയ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പരിചിതരല്ലാത്ത ആളുകളെ കാണുമ്പോൾ ഒരു ഡിസ്കംഫേർട്ട്, പേടി ഒക്കെ കുട്ടികൾ കാണിക്കാൻ തുടങ്ങും. അത് അവരുടെ മുഖത്തെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളോട് ക്ലിങ് ചെയ്യുക, നമ്മളെ ഈ പരിചയമില്ലാത്ത ആൾ എടുക്കാൻ വരുന്ന സമയത്ത് അവർ കൈ കാണിക്കുമ്പോൾ പോവാതിരിക്കുക, ഈ കെയർ ഗീവറിനെ അല്ലെങ്കിൽ പാരൻറ്റിനെ അള്ളി പിടിക്കുക, ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഈ സ്ട്രേഞ്ചറിൻ്റെ മുഖം മനസ്സിലാവുണ്ടെന്നും അയാൾ സ്ട്രേഞ്ചർ ആണെന്നും അയാളോട് കുട്ടി കംഫർട്ടബിൾ അല്ല നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു 3 വയസ്സൊക്കെ എത്തുമ്പോൾ തന്നെ അത് മാറി അപരിചിതരെ കണ്ടാലും അതിൽ പേടിക്കാനൊന്നുമില്ല, അവരോട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് കുട്ടി പഠിക്കും, കംഫർട്ടബിൾ ആവാൻ തുടങ്ങും. പക്ഷേ ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഉള്ള കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പ്രീ സ്കൂളിൽ പോകുമ്പോൾ, അംഗനവാടിയിൽ, അതുപോലെ നഴ്സറി ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഇവർക്ക് ഈ സ്ട്രേഞ്ചർ ഫോബിയ മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് കെയർ ഗീവറിനെ അല്ലെങ്കിൽ പാരൻറ്റിനെ വിട്ടിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ്, ഭയങ്കര ഡിസ്ട്രെസ് ഉണ്ടാവും, കരയാൻ തുടങ്ങും, പോകാനായിട്ട് സമ്മതിക്കില്ല. ഇനി സ്കൂളിൽ പോകുമ്പോൾ മാത്രമല്ല ഇത്, അല്ലെങ്കിൽ അംഗനവാടി പോകുമ്പോൾ മാത്രമല്ല ഇത്, ഇവരുടെ ഈ പ്രൈമറി കെയർ ഗീവർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പാരൻ്റ് ഉണ്ടല്ലോ, കുട്ടി ക്ലോസ് ആയിട്ട് എന്നും കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർ കുട്ടീനെ വീട്ടിലാക്കിയിട്ട് ഇവർ പുറത്തു പോവാണെങ്കിലും കുട്ടി സമ്മതിക്കില്ല, കുട്ടിക്ക് അവരുടെ കൂടെ പോകണം. അതേപോലെ പ്ലേ സ്കൂളിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ പോകുന്ന സമയത്ത് കുട്ടിക്ക് പാരൻറ്റിനെ പിരിഞ്ഞിരിക്കണമല്ലോ. അപ്പം അത് കുട്ടികൾക്ക് ഏറ്റവും അധികം ചെയ്യേണ്ടി വരുന്നത് സ്കൂളിലാണ് ഇങ്ങനെ കുറേ സമയം പാരൻറ്റിനെ പിരിഞ്ഞിരിക്കേണ്ട സ്ഥലം. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് ഇവർ ഈ ബുദ്ധിമുട്ട് കാണിക്കുക, ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുക സ്കൂളിൽ പോകുന്ന സമയത്താണ്. ഇനി ഇത് നിർബന്ധമായിട്ടും അംഗനവാടിയിലോ അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല കേട്ടോ. ചില കുട്ടികളിൽ ഒരു 6-7 വയസ്സൊക്കെ ആവുമ്പോൾ അങ്ങനെ കാണാറുണ്ട്. അതേപോലെ സ്കൂള് മാറാം, പിന്നെ പുതിയ ഒരു സ്ഥലത്തോട്ട് താമസം മാറ്റി, അതല്ലെങ്കിൽ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള കുട്ടി വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഒരാൾ മരിച്ചു, അതിനെ തുടർന്ന് കുട്ടിക്കൊരു ഇങ്ങനെയുള്ള ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി, ആ ഫിയർ വരിക, ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. ഇനി ഇത് കുട്ടികളിൽ മാത്രമല്ല കാണുന്നത്, കുട്ടിക്കാലത്തെ ഉള്ള ഒരു കണ്ടീഷനാണിത്. പക്ഷേ കൗമാരപ്രായത്തിലും ഇതാദ്യമായിട്ട് കാണിക്കാം. അതേപോലെ മുതിർന്ന ആൾക്കാരില്ലേ, അഡൾട്ട് പ്രായപൂർത്തിയായ ആൾക്കാർ, അവരും ഇങ്ങനെ കാണിക്കാറുണ്ട്. അപ്പം മുതിർന്ന ആൾക്കാർക്കൊക്കെ ഈ സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുന്ന സമയത്ത് അവർക്ക് ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ വയ്യ, സ്പൗസിനെ, പങ്കാളിയെ പിരിഞ്ഞിരിക്കാൻ വയ്യ, അപ്പോൾ ദൂര സ്ഥലത്തേക്ക് ജോലിക്ക് പോകാൻ വയ്യ, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ വീട്ടിൽ നിന്ന് മാറി നിന്ന് ജോലി ചെയ്യണം എന്നൊക്കെയുള്ള അവസ്ഥ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ട്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഗൾഫിൽ പോയിട്ട് അവർ ഭയങ്കര ആഗ്രഹിച്ചിട്ടായിരിക്കും ഗൾഫിൽ പോയിട്ടുണ്ടാവുക, എബ്രോഡ് പോയിട്ടുണ്ടാവുക, സ്വന്തം ഇഷ്ടത്തിലാണ്. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ തീരെ അവർക്ക് ഈ ക്ലോസ് ആയിട്ടുള്ള ആളെ, സ്പൗസിനെ അല്ലെങ്കിൽ പങ്കാളിനെ വിട്ട് നിൽക്കാൻ പറ്റാണ്ട് ഇവർ ഞാനവിടെ നിൽക്കുന്നില്ല, തിരിച്ചു വരാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതേപോലെ നാട്ടിൽ നിന്ന് ദൂരെ പോയി പുറത്ത് പോയി പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പഠിക്കാനൊക്കെ പോകും പിള്ളേർ. പക്ഷേ അവിടെ പോയി കുറച്ച് ദിവസം അവിടെ നിന്ന് കഴിയുമ്പോഴേക്കും വീട്ടിലേക്ക് വരണമെന്ന് തോന്നാം, ഭയങ്കര ബുദ്ധിമുട്ട്, ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഹോം സിക്നെസ് എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആൾക്കാർക്ക് ആക്ച്വലി ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ കണ്ടീഷൻ തന്നെയാണ് ഉള്ളത്. ഇനി നമ്മളിതിൻ്റെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ, കുട്ടികൾക്ക് ആ സ്കൂളിൽ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് തനിച്ച് വേണമല്ലോ അവിടെ നിൽക്കാനായിട്ട്, പരിചയമുള്ള ആൾക്കാരായിരിക്കില്ല, അധ്യാപകരെ പരിചയം ഉണ്ടാവില്ല, സഹപാഠികളെ പരിചയം ഉണ്ടാവില്ല. അപ്പം ഈ പാരൻറ്റിൻ്റെ അടുത്ത് നിന്ന് ബായ് പറയുന്ന സമയത്ത് ഇവർക്ക് വിഷമവും കരച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്കിത് കുറച്ച് ഓവറായിട്ടുണ്ടാവുക, എക്സ്ട്രീമായിട്ടുള്ള ഒരു സങ്കടം, ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുക അല്ലെങ്കിൽ വാശി പിടിക്കുക, ഇവരെ പിന്നാലെ ഓടി വരിക, ഇവരെ ഡ്രസ്സയിൽ അള്ളി പിടിച്ച് നിൽക്കുക, അവിടെ ഇരിക്കാൻ സമ്മതിക്കാണ്ടിരിക്കുക, ഭയങ്കര ഒച്ചത്തിൽ കരയുക. അതുപോലെ തന്നെ ഇവർ ഒരു ദിവസം സ്കൂളിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഈ കെയർ ഗീവറിൻ്റെ അല്ലെങ്കിൽ പാരൻറ്റിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും. നാളെ പോണോ എന്ന് ചോദിച്ച് ഇവർ കരഞ്ഞുകൊണ്ട് നടക്കും. പോകണം എന്ന് പറഞ്ഞാൽ ഇവർ കരയാൻ തുടങ്ങും. പിന്നെ ഇവർക്ക് പല ശാരീരികമായ അസ്വസ്ഥതകളും രോഗങ്ങൾ കാണിക്കും, വയറുവേദന, തലവേദന, അങ്ങനെ അസുഖങ്ങൾ പറയും. ഒറ്റയ്ക്ക് ഉറങ്ങാൻ
പോവില്ല. ഈ പറയുന്ന പാരൻ്റ് അല്ലെങ്കിൽ ആ ക്ലോസ് ആയിട്ടുള്ള ആൾ കൂടെ വന്ന് കിടന്നാൽ മാത്രമേ ഇവർ ഉറങ്ങുള്ളൂ. ചീത്ത സ്വപ്നങ്ങൾ കാണാം. അതേപോലെ തന്നെ ആവർത്തിച്ച് ചോദിക്കുക, ഇങ്ങനെ കൂട്ടാൻ വരുമോ, എത്ര സമയം ഞാൻ അവിടെ ഇരിക്കണം, എത്ര ദിവസം ഇങ്ങനെ പോവണം എന്ന് നമ്മളെ പിന്നാലെ നടന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് ആ ഒരു രാത്രിയാകുമ്പോൾ ഇവർ കുറച്ച് കംഫർട്ടബിൾ ആവും. അപ്പം രാത്രിയിലൊക്കെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ നാളെ സ്കൂളിൽ പോകുമെന്ന് വെച്ചാൽ നാളെ ഞാൻ പോകുമെന്നൊക്കെ പറയും. പിറ്റേ ദിവസം വളരെ ഹാപ്പി ആയിരിക്കും, കാരണം അന്നത്തെ ദിവസം ഇനി സ്കൂളിൽ പോകാനില്ലല്ലോ. പക്ഷേ പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് നമ്മളൊന്നും ചോദിച്ചില്ലെങ്കിൽ പോലും അവർക്ക് അറിയാം എണീറ്റു, ഇനിയിപ്പം പല്ല് തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ സ്കൂളിലാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടായിരിക്കും ഇവർ എണീക്കേണ്ടവ. വീണ്ടും ഇവർ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടാവും. നമ്മളോട് പറയും, ഇതേ ചോദ്യം തന്നെ ചോദിക്കും, ഞാൻ സ്കൂളിൽ പോകണോ, നാളെ പോയാൽ മതിയോ, ഇങ്ങനെ എത്ര ദിവസം പോകണം. അപ്പോൾ പെട്ടെന്ന് ഈ വണ്ടിയുടെയൊക്കെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവർ കരയും. അപ്പം ഇങ്ങനെ ഒരു സാധാരണ അവരുടെ പ്രായത്തിലുള്ള കുട്ടികൾ സ്കൂളിൽ പോകാൻ കാണിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു പേടി സ്കൂളിൽ പോകുന്നതിനോട് കാണിക്കാം. അതേപോലെ തന്നെ ഇനിയിപ്പം ഇവർക്ക് ഇങ്ങനെ സ്കൂളിൽ പോകുന്നതിനോട് മാത്രമല്ല കേട്ടോ, സെപ്പറേഷൻ ആങ്സൈറ്റി ഉള്ള ആൾക്കാർക്ക് പേടിയുള്ളത്, അവരെ വീട്ടിലാക്കിയിട്ട് പാരൻ്റ് പുറത്ത് ഷോപ്പിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഡോക്ടറെ കാണാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പോവുകയാണെങ്കിലും ഇവരെ മുന്നിൽ നിന്ന് പോകാൻ പറ്റില്ല. ഇവരെ കാണില്ല, ഡ്രസ്സ് മാറ്റാൻ പറ്റില്ല, ഇവരെ മുന്നിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. നമ്മളൊന്ന് ഡ്രസ്സൊക്കെ മാറ്റുന്ന കണ്ട തന്നെ ഇവരവിടെ നിന്ന് കരച്ചിലും ഈ ചോദ്യങ്ങളും ചോദിക്കാനായിട്ട് തുടങ്ങും. പോകുന്ന എല്ലാ സ്ഥലത്തും ഇവരെ കൂട്ടേണ്ടി വരും. അപ്പം ഇതിൽ ഒരു ജനിതകമായ കാരണങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഹെറിഡിറ്ററി ഫാക്ടറൊക്കെ ഉള്ള പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതായത് ജനറ്റിക്കായിട്ട് ഇത് ഇൻഹെറിറ്റ് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ സെപ്പറേഷൻ ആങ്സൈറ്റി ഉള്ള ആൾക്കാരുടെ കുടുംബത്തിൽ കൂടുതലായിട്ട് സെപ്പറേഷൻ ആങ്സൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഫോബിയ, അതല്ലെങ്കിൽ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡേഴ്സൊക്കെ ഇവരുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിൽ ഉള്ളതായിട്ടൊക്കെ പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. വളരെ സിവിയറായിട്ടും സെപ്പറേഷൻ ആങ്സൈറ്റി കാണിക്കുന്നവരുണ്ട്, മൈൽഡായിട്ടും സെപ്പറേഷൻ ആങ്സൈറ്റി കാണിക്കുന്നവരുണ്ട്. അപ്പം ചില ആളുകൾ ഈ പറഞ്ഞ പോലെ പുറത്ത് പഠിക്കാൻ പോകുമ്പോഴാണ്, അതായത് കുറച്ച് വലിയ പ്രായം അഡൾട്ടായതിന് ശേഷമായിരിക്കാം ഈ സെപ്പറേഷൻ ആങ്സൈറ്റിയുടേതായ ലക്ഷണങ്ങൾ ആദ്യമായിട്ട് കാണിക്കുന്നുണ്ടാവാം. അതിനൊരു പക്ഷേ കാരണം എന്ന് പറയുന്നത്, ഇവരിപ്പം സ്കൂളിൽ പോകുമ്പോഴാണ് ഇത് കാണിക്കാമെന്ന് പറഞ്ഞല്ലോ, ആ സ്കൂളിൽ ചിലപ്പോൾ ഇവരുടെ സിബ്ലിങ്സ് പഠിക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ റിലേറ്റീവ്സ് കസിൻസ് പഠിക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ ചിലപ്പോൾ മദർ അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി പരിചയമുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള അവർ ട്രസ്റ്റ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ പോകുന്ന സ്കൂൾ ബസ്സിലോ അല്ലെങ്കിൽ ആ സ്കൂളിലോ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇവർ പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ടൊരു പേഴ്സൺ അവിടെ ഉള്ളതുകൊണ്ട് ആ സമയത്തൊന്നും ഇവർ ഈ സെപ്പറേഷൻ ആങ്സൈറ്റിയുടെ ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ പുറത്തൊരു സ്ഥലത്ത് ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് 10-18 വയസ്സിലൊക്കെ പുറത്തോട്ട് എവിടെയെങ്കിലും പഠിക്കാൻ പോകുമ്പോഴോ അതല്ലെങ്കിൽ വിദേശത്ത് ജോലിക്ക് പോകുമ്പോഴോ പഠിക്കാനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഇതേപോലെയുള്ള ആരും ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ സമയത്ത് ഇതേപോലെ തന്നെ ഈ ചെറിയ കുട്ടികൾ കാണിക്കുന്ന അധിക ലക്ഷണങ്ങൾ ഇവർ കാണിക്കാൻ തുടങ്ങും. അവർക്കൊരു സമാധാനം ഇല്ല അവിടെ ഇരുന്നിട്ട്. എന്താണ് പ്രത്യേകിച്ച് അവിടെ എന്തെങ്കിലും ഒരു ഹരാസ്മെൻറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ വീട്ടിൽ നിന്ന് ക്ലോസ് ആയിട്ടുള്ള പ്രൈമറി കെയർ ഗീവർ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള പേഴ്സണെ വിട്ട് നിൽക്കുമ്പോൾ ഒരു സമാധാനവും ഇല്ല. ഭയങ്കര ആങ്സൈറ്റി സിംറ്റംസ് ഉണ്ടാവുക. നമുക്ക് ആ ഒരു ആങ്സൈറ്റി ഭയങ്കരമായിട്ട് ഇതിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പം മെഡിസിൻ ഇല്ലാതെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് ഇതിന് ഏറ്റവും നല്ല ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പം ഈ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുക്കുമ്പോൾ ആ തെറാപ്പിയുടെ റിസൾട്ട് അത് എഫക്റ്റ് ചെയ്ത് വരാൻ കുറച്ചധികം സമയം എടുക്കും. അത്രയും നാൾ ഈ സ്കൂളിൽ ആബ്സെൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഇവർ ഒരുപാട് നാൾ ഈ പ്രശ്നം ഉണ്ടായതിന് ശേഷമാണ് നമ്മളടുത്തോട്ട് വരണത്. കുട്ടി ഇങ്ങനെ സ്കൂളിൽ പോവാണ്ട് 2-3 ദിവസം ഇരുന്നതിന് ശേഷമല്ല നമ്മളടുത്തോട്ട് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ മാസങ്ങളോളം ഈ പ്രശ്നം ഉണ്ടായി പല രീതിയിലും ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് നോക്കി അധികം നന്നായിട്ട് പണിഷ് ചെയ്യുകയും വഴക്ക് പറയുകയും അടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടാണ് വലിച്ചഴിച്ച് കൊണ്ടുപോയിട്ട് ആണ് സ്കൂളിലാക്കാറ്. സ്കൂളിൽ കുട്ടീനെ ക്ലാസ് റൂമിൻ്റെ ഉള്ളിലാക്കിയിട്ട് ലോക്ക് ചെയ്തിട്ട് ടീച്ചർമാരൊക്കെ അവിടെ തട നിന്നിട്ട് ഈ പാരൻ്റ് കുട്ടീനെ കാണാണ്ട് ഒളിച്ച് പാത്ത് പതുങ്ങി പോരുന്ന പോലെ ഇങ്ങനെയൊക്കെ കുറേ നാൾ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് അപ്പം മാസങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മളുടെ അടുത്ത് കൊണ്ടുവരുന്നുണ്ടാവുക. അപ്പോൾ ഓൾറെഡി ഈ വലിയൊരു പ്രശ്നത്തിലായിരിക്കും കുട്ടി നിൽക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് സമയമെടുക്കുന്ന കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കുട്ടീനെ വീണ്ടും സ്കൂളിലോട്ട്
ആക്കാൻ പറ്റില്ല. അപ്പോൾ അത് അല്ലെങ്കിൽ അതിന് കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ഏറ്റവും നല്ല ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അപ്രോച്ചാണ്. അതായത് ആൻറ്റി ആങ്സൈറ്റി ഡ്രഗ്സ് കൊടുത്തതിൻ്റെ കൂടെ തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും കൂടി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. 100% റിസൾട്ട്സും ഡെഫിനറ്റ് ആയിട്ടുണ്ടാവും. നമ്മളങ്ങനെ ഇപ്പം ഞാൻ ഒരുപാട് ഈ പറഞ്ഞ പ്രോബ്ലമുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്, ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ സ്കൂളിൽ സാധാരണ പോലെ പോകാനും പഠിക്കാനും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാവുമ്പോൾ അത് ഈ കുട്ടിയുടെ പേഴ്സണൽ അതുപോലെ അക്കാഡമിക് വർക്കിനെയും ലൈഫിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും സെപ്പറേഷൻ ആങ്സൈറ്റി ഉള്ള കുട്ടികളിൽ സോഷ്യൽ ഫോബിയയും കാണാറുണ്ട്, ജനറലൈസ്ഡ് ആങ്സൈറ്റിയും കാണാറുണ്ട്. അപ്പം ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് അവരുടെ കോൺഫിഡൻസിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അവരുടെ പ്രോപ്പറായിട്ടുള്ള അക്കാഡമിക്സ് നടക്കില്ല. അപ്പം അങ്ങനെ ഒരു അക്കാഡമിക് പെർഫോമൻസ് ഇതിൽ ബാധിക്കപ്പെടും. പിന്നെ അത് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് മാറാം ഏത് സമയത്തും. എപ്പോഴാണോ ഈ പറഞ്ഞ തൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഒരു സെപ്പറേഷൻ വേണ്ടതായിട്ട് ജീവിതത്തിൽ വരുന്ന ആ സമയത്തെല്ലാം ഇവർ ഈ ബുദ്ധിമുട്ട് കാണിക്കും. അതുകൊണ്ട് ഇതെന്തായാലും ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യേണ്ടതായ കണ്ടീഷൻ തന്നെയാണ്. പക്ഷേ ചൈൽഡ്ഹുഡിൽ തന്നെ ഇത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവരുടെ അഡോളസൻസിലോ അഡൾട്ട് ലൈഫിലോ ഇങ്ങനെയുള്ള സെപ്പറേഷൻ ആവശ്യമായി വരുന്ന സമയത്ത് ഈ പ്രോബ്ലം ഉണ്ടാവില്ല.